Andro creationsലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ അതിന്റെ ബോഡിയിൽ നിന്നും തള്ളി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരു സുഹൃത്ത് വാട്സാപ്പിൽ എന്നോട് ചോദിക്കുകയുണ്ടായി, ആ സുഹൃത്തിൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് തള്ളി വരുന്നു, ഷോപ്പിൽ കൊടുത്ത് ചെയ്യുന്നു, ശരിയാക്കുന്നു, വീണ്ടും തള്ളി വരുന്നു, 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും തള്ളി വരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രോബ്ലംസ് വരുന്നത്? ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണോ, ഡിസ്പ്ലേ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്താണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുമായി ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ID ഞങ്ങളുടെ ഈ ചാനലിൻ്റെ ബോർഡ് സെക്ഷനിലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ മൊബൈലിൻ്റെ ബോഡിയിൽ നിന്നും പൊങ്ങി വരിക എന്ന് പറയുന്നത് ചിലർക്ക് മനസ്സിലായി കാണത്തില്ല, അതെന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഫോണിൽ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും, ഞാനിപ്പോൾ ഇത് ഫോണിൻ്റെ ബോഡിയാണ്, ഇത് ഡിസ്പ്ലേ ആണ്, രണ്ടും രണ്ടായിട്ടിരിക്കുന്നത്. ചില ഫോണുകൾക്ക് ഇതേപോലെ ചേർന്നിരിക്കേണ്ട സാഹചര്യത്തിൽ ചിലപ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ബോഡിയിൽ നിന്നും ഡിസ്പ്ലേ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിട്ടു നിൽക്കുമ്പോഴത്തേക്കും ഇത് രണ്ട് പാർട്ടാണ്. നിങ്ങൾക്കിവിടെ ഒരു സ്ട്രിപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു കണക്ട്, ഡിസ്പ്ലേയുടെ ഈ ഒരു കണക്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതായത് ഇത് ബോഡി, അതായത് ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെക്ഷനും, അതേപോലെ തന്നെ ഇത് ഡിസ്പ്ലേ, ടച്ചും ഡിസ്പ്ലേ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സെക്ഷനും. അപ്പോൾ ഈ ഒരു ഇതും കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമുക്ക് മൊബൈലുകൾ കിട്ടുന്നത്. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്നത് ഇതേപോലെ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ട്, ഈ കണക്ടിവിറ്റി സ്ട്രിപ്പ് ഈ ഒരു മദർ ബോർഡിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് മൊബൈൽ വർക്കാവുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസ്പ്ലേ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡിയുമായിട്ട് വയ്ക്കുന്നത് ഒരു ഗമ്മ് വെച്ച്, ഈ ഒരു സൈഡിൽ ചെറിയതായിട്ട് ഒരു ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഇത് പ്രസ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതായത് ഗമ്മ് വെച്ചിട്ടാണ് ഇതിലായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിൻ്റെ ബോഡിയിൽ നിന്നും ഡിസ്പ്ലേ ഇളകി വരുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ കൂടുതലും മൊബൈൽ തറയിൽ വീഴുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഓവറായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് ഈ ഗമ്മിലുണ്ടാവുന്ന ഈ ഒരു ടിപ്പ് ചെറുതായിട്ട് ഇളവിയിട്ട് കാലക്രമേണ തള്ളി വരുന്നതും സംഭവിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൗച്ച് ചിലപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള പൗച്ചുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത്തരം ടൈറ്റ് ആയിട്ടുള്ള പൗച്ചുകൾ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയെ മുകളിലോട്ട് തള്ളും. കാരണം ടൈറ്റ് ആയിട്ടിരിക്കുന്ന പൗച്ചുകൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഇടയിൽ കയറിയിട്ട് അത് അനക്കം സംഭവിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഈ ഡിസ്പ്ലേ മുകളിലോട്ട് തള്ളും. അങ്ങനെ കൊണ്ടും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി വീക്കായിട്ട് ബാറ്ററി വീർത്ത് വന്നിട്ട് ഡിസ്പ്ലേ മുകളിലോട്ട് തള്ളി ഈ ഒരു ബോഡിയിൽ നിന്ന് ഡിസ്പ്ലേ പുറത്തോട്ട് ചാടുന്നതിന് കാരണമാകും. കണ്ട, ഇത് ഒരു വീക്കായിട്ടുള്ളൊരു ബാറ്ററിയാണ്. ഇത് ഒരുമാതിരി വീർത്തിരിക്കുന്ന ബാറ്ററിയാണ്. കണ്ട, സാധാരണ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ബാറ്ററിയല്ല, ഇത് വീർത്തിരിക്കുന്ന ബാറ്ററിയാണ്. ഇതേപോലെ വീർക്കുമ്പോഴത്തേക്കും ഈ ഒരു വീർക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേ തള്ളിയിട്ട് ഡിസ്പ്ലേ ബോഡിയിൽ നിന്ന് വിടിവിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മൊബൈലിൻ്റെ ബോഡിയിൽ നിന്ന് ഡിസ്പ്ലേ പുറത്തോട്ട് വരുന്നതിന് കാരണമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില പറയാറുണ്ട്, ഈ ഒരു ഫോണൊക്കെ നേരത്തെ മറ്റ് സുഹൃത്ത് പറഞ്ഞതുപോലെ ബോഡിയിൽ നിന്ന് ഡിസ്പ്ലേ പുറത്തു വന്നു, ഷോപ്പിൽ കൊടുത്തു, ഒട്ടിച്ചു, വീണ്ടും വന്നു, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രോബ്ലംസ് വന്നു, വീണ്ടും ഒട്ടിച്ചു, വീണ്ടും പ്രോബ്ലംസ് വന്നു, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നു. ഡിസ്പ്ലേ പ്രോബ്ലംസ് കൊണ്ടാണോ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ പ്രോബ്ലംസ് കൊണ്ടും സംഭവിക്കാം. ഡിസ്പ്ലേ ബെൻഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോഡി ബെൻഡ് ഉണ്ടെങ്കിലൊക്കെ ഇതൊരു സംഭവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒട്ടിച്ചാലും നിൽക്കത്തില്ല. ഡിസ്പ്ലേയുടെ ബെൻഡോ അല്ലെങ്കിൽ ഈ ഒരു ബോഡിയുടെ ബെൻഡൊക്കെ കൊണ്ടും ഒട്ടിച്ചാലും നിൽക്കത്തില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പൈസ കുറയ്ക്കാൻ നോക്കുന്നത് കൊണ്ടാണ്. ഇത് ടെക്നീഷ്യന്മാരെ കുഴപ്പമല്ല. ടെക്നീഷ്യന്മാരുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുക്കുന്ന സമയത്ത്, ഇതേപോലെ ഡിസ്പ്ലേ തള്ളി മൊബൈൽ കൊടുക്കുന്ന സമയത്തും അവർ ഒരു റേറ്റ് പറയും, 200 രൂപ, 300, 350 രൂപ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ചേട്ടാ ഇത് ചെറിയൊരു ഒട്ടിക്കുന്ന കാര്യമല്ലോ, ഇത്ര പൈസ എന്നല്ല, കുറച്ച് പൈസയുള്ളൂ ഞങ്ങളുടെ കയ്യിൽ, അതനുസരിച്ച് ചെയ്ത് തന്നാൽ മതി. നമ്മൾ അങ്ങോട്ട് പറയുന്ന സമയത്തും അവർ ജസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഇത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഗമ്മ് തേച്ച് അവർ ഒട്ടിച്ചേരും. കാരണം നമ്മൾ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് അവർ ഒട്ടിച്ചേരുന്നത്. ഓക്കെ, അങ്ങനെ ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ നിൽക്കത്തില്ല. അത് നമുക്ക് 50-50 ചാൻസ് എന്നേ പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ബോഡിയിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ, പുറത്ത് തള്ളി വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൈസ നോക്കരുത്, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതായത്
ഈ ഒരു ഡിസ്പ്ലേ ബോഡിയിൽ നിന്നും വിടുവിപ്പിച്ചിട്ട് ഷോപ്പിൽ കൊടുത്ത് ഒരു നല്ല ടെക്നീഷ്യൻ്റെ കൈ കൊടുത്തിട്ട് ബോഡിയിൽ നിന്നും ഡിസ്പ്ലേ വിടുവിപ്പിച്ചിട്ട് ആ ഒരു പഴയ ഗം എല്ലാം ചുരണ്ടി കളഞ്ഞ് നല്ല നീറ്റായിട്ട് ക്ലീനാക്കി പുതിയ ഗം ഇട്ട് ഒട്ടിച്ച് എടുക്കുന്നതാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതി. അത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ബാറ്ററി വീക്ക് ആയിട്ടുണ്ടോ, ബോഡി ബെൻഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ ടെക്നീഷ്യന്മാരടുത്ത് പറഞ്ഞ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ അവരോട് പറയുക. ഓക്കെ, അവർ ചെയ്തു തരും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടെക്നീഷ്യന്മാർ പറയുന്ന ആ ഒരു സമയം ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗം ഉപയോഗിച്ചാണ് ഡിസ്പ്ലേ ബോഡിയുമായിട്ട് ഒട്ടിച്ചു വയ്ക്കുന്നത്. ഈ ഒരു ഗമ്മ് പല ക്വാളിറ്റിയിലും ഉണ്ടാകാം, പല ഗ്രേഡിലുള്ളതും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടെക്നീഷ്യന്മാർക്ക് അറിയാം ഈ ഒരു ഗമ്മ് ഒട്ടി നല്ല പ്രോപ്പറായിട്ടും ഫിറ്റാവുന്നതിന് എത്ര സമയം എടുക്കുമെന്നുള്ളത് അവർക്കറിയാൻ സാധിക്കും. ഏത് ഗമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നനുസരിച്ച് അവർ പറയും. ചിലർ പറയും 4 മണിക്കൂർ വരെ മൊബൈൽ ഉപയോഗിക്കരുത്. അത് അവർ ഒട്ടിച്ചതിന് ശേഷം ഒരു ബാൻഡൊക്കെ ഇട്ടായിരിക്കും, റബ്ബർ ബാൻഡൊക്കെ ഇട്ടായിരിക്കും നിങ്ങൾ കയ്യിൽ തരുന്നത്. ചിലർ ഇതൊക്കെ ഒട്ടിക്കഴിഞ്ഞൊക്കെ നിങ്ങൾ തരും. നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ ബാൻഡൊക്കെ ഇട്ടിട്ട് പറയും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ ഉപയോഗിക്കാതിരിക്കുക. അവർ അതിൻ്റെ ഒരു ഗമ്മിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് അവർ പറയും. അത് നിങ്ങൾ പിന്തുടരുക, അല്ലെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കുക. അല്ലാതെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് റബ്ബർ ബാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുമ്പോൾ ഒട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബർ ബാൻഡൊക്കെ കളഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ബോഡിയിൽ നിന്നും ഡിസ്പ്ലേ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.